അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അശ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹിൽ ഫായിസീന ബിറളില്ലാഹി. അമ്മാ ബഅദ്. ഏറെ ആദരവും ബഹുമാനവും നിറഞ്ഞ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സാലിഹായ സൽക്കർമ്മമാക്കി അല്ലാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അവരുടെയൊക്കെ സതുദ്ദേശങ്ങൾ അല്ലാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ. സഹോദരങ്ങളെ, പരിശുദ്ധ സ്വർഗം തയ്യാറാക്കി വച്ചിരിക്കുന്നത് മുത്തഖീങ്ങൾക്കാണ് എന്ന് ഖുർആൻ നമ്മളോട് പറയുന്നു. വഇദ്ദത ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് വേണ്ടിയാണ് അല്ലാഹു സ്വർഗം നിർമ്മിക്കപ്പെട്ടത് എന്ന് അവൻ്റെ വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നാൽ സ്വർഗം നേടാൻ എളുപ്പ വഴികൾ പ്രവാചകർ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു എളുപ്പ വഴിയാണ് അല്ലാഹുവിൻ്റെ 99 പേരുകൾ അടങ്ങുന്ന അസ്മാഉൽ ഹുസ്ന നാം കാണാതെ പഠിക്കുകയും അത് എല്ലാ ദിവസവും ചൊല്ലുക വഴി നമുക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയുന്നതാണ്. അല്ലാഹു നേരിട്ട് അവൻ്റെ ഖുർആനിലൂടെ പറഞ്ഞു, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന, അല്ലാഹുവിന് 99 പേരുകളടങ്ങുന്ന അസ്മാഉൽ ഹുസ്നയുണ്ട്. ഫദ്ഉഹു ബിഹ, അതുകൊണ്ട് നിങ്ങൾ ദുആ ചെയ്യണമേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ എന്ത് ഉദ്ദേശങ്ങളും അസ്മാഉൽ ഹുസ്ന ചൊല്ലിയിട്ട് ദുആ ചെയ്താൽ അല്ലാഹു പൂർത്തിയാക്കി തരുന്നതാണ്. മഹാനായ തഴവ ഉസ്താദ് തൻ്റെ അൽ മവാഹിബുൽ ജലിയ എന്ന ഗ്രന്ഥത്തിലൂടെ അസ്മാഉൽ ഹുസ്നയുടെ നേട്ടങ്ങളും അത് ചൊല്ലേണ്ട രീതികളും പഠിപ്പിച്ചു തരുന്നുണ്ട്. മഹാനവറുകൾ ഗദ്യരൂപത്തിലൂടെ നമുക്ക് വിവരിച്ചു തരുകയാണ്. 99 പേര് റബ്ബിനുള്ളതാ, അസ്മാഉൽ ഹുസ്ന ഹദീസിൽ വന്നതാ, ഇതിനുള്ള ശ്രേഷ്ഠതയിൽ ഹദീസും ഞാനിതാ, പറയുന്നതും കേട്ടിട്ടമൽ ചെയ്യേണ്ടതാ. അള്ളാഹുവിന് 99 പേരുകളുണ്ട് എന്നും അത് അസ്മാഉൽ ഹുസ്ന എന്ന് പറയുന്നതാണ് എന്നും ആ അസ്മാഉൽ ഹുസ്ന പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസിലൂടെ വിവരിച്ചു തരുന്നുണ്ട്. അല്ലാഹു ജല്ല ജലാലവൻ മലക്കുന്നിനെ പടച്ചിട്ടുമുണ്ടത് കേൾക്ക് രൂപം എങ്ങനെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മലക്കിനെ സൃഷ്ടിച്ചിട്ടുണ്ട്. ആ മലക്കിൻ്റെ പ്രത്യേകത എന്താ? അവർക്കുള്ള തലയും 1000 എന്നുണ്ട്, ഓരോരോ തലയിൽ 1000 മുഖമുണ്ട്, ഓരോരോ മുഖമിൽ 1000 വായുണ്ട്, ഓരോരോ വായിൽ നാക്കും 1000 ആ മലക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ മലക്കിന് 1000 തലയുണ്ട്. ആ 1000 തലയിൽ 1000 മുഖമുണ്ട്. ആ 1000 മുഖത്തിൽ 1000 വായുണ്ട്. ആ 1000 വായിൽ 1000 നാക്കുമുണ്ട് എന്ന് മഹാനായ തഴവ ഉസ്താദ് ഹദീസിൻ്റെ വെളിച്ചത്തിൽ പറയുകയാണ്. എന്താണ് അവരുടെ പ്രത്യേകത? ഈ നാക്ക് കൊണ്ട് നിരന്തരം റബ്ബിന് തസ്ബീഹ് ചെയ്യും ജോലിയാ മലക്കിന്. ഈ 1000 നാക്കുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജോലി, ആ മലക്കിൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ എല്ലാ സമയത്തും അള്ളാഹുവിന് തസ്ബീഹ് ചൊല്ലുക, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ല, സുബ്ഹാനല്ലാഹ് ചൊല്ലുക. അങ്ങനെ തസ്ബീഹ് ചൊല്ലൽ തന്നെയാണ് ആ മലക്കിൻ്റെ പണി. ചോദിച്ചു ആ മലക്കിലാഹിനോടതബിലും നിനക്കുണ്ടോ ആബിദ് ശ്രേഷ്ഠമായവരെന്നിലും. ഒരിക്കൽ അള്ളാഹുവിനോട് ആ മലക്ക് ചോദിച്ചു. നല്ല അതബോടുകൂടെയാണ് അള്ളാഹുവിനോട് ചോദിക്കുന്നത്, അഹങ്കാരത്തോടു കൂടിയെന്നല്ല ചോദിക്കുന്നത്. അദബിൽ അള്ളാഹുവിനോട് ചോദിക്കുകയാണ്, അള്ളാഹുവേ, ഇത്രയും 1000 മുഖങ്ങളും 1000 തലയും അതിൽ 1000 നാവ് കൊണ്ടൊക്കെ നിനക്ക് വേണ്ടി ദിക്ർ ചൊല്ലുന്ന എന്നേക്കാൾ ശ്രേഷ്ഠവാനായ ആരെങ്കിലും ഈ ലോകത്തുണ്ടോ എന്ന് അള്ളാഹുവിനോട് ചോദിച്ചപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാൻ, ആദൻ നബി അവർക്കുള്ള മക്കളിൽ നിന്നൊരാൾ ചെയ്യുന്നതാണേ നിന്നെക്കാളമലൂകൾ. ആദൻ നബി അലൈഹിസ്സലാമിൻ്റെ മക്കളിൽപ്പെട്ട ചില ആളുകളുണ്ട്. ആ ചില ആളുകൾ അവർ
അവസാന നാളിലുള്ള ആളുകളാണ്. അവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ ചെയ്യുന്ന അമലുകൾ നീ ചെയ്യുന്ന അമലിനേക്കാൾ പ്രത്യേകതയുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മലക്കിനോട് പറയുമത്രേ. ആരാണ് റബ്ബേ ആ മഹാൻ, ഞാൻ ചെന്ന് കാണാൻ എനിക്കനുവാദവും താ ഒന്ന്. ഇത്രയും പവിത്രതയുള്ള, ഇത്രയും തലകൾ കൊണ്ട് ഞാൻ ചൊല്ലിയതിനേക്കാൾ മഹത്തമായ കേവലം ഒരു മനുഷ്യൻ എന്ത് അമലുകളാണ് അവൻ ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അള്ളാഹുവിനോട് പറഞ്ഞു, അള്ളാഹുവേ, എന്നാൽ അവനെ പോയിട്ടൊന്ന് കാണാനും അവൻ എന്ത് അമലുകളാണ് ചെയ്യുന്നതെന്ന് നോക്കാനും വേണ്ടിയിട്ട് എനിക്ക് സമ്മതം തരണം എന്ന് ആ മലക്ക് പറഞ്ഞപ്പോൾ അനുവാദവും വാങ്ങിച്ചു കൊണ്ടിറങ്ങുന്നതായി തമ്മിൽ പരസ്പരം കണ്ട് സന്തോഷത്തിലായി. അങ്ങനെ ആ ഒരു വ്യക്തിയുടെ അടുക്കലേക്ക്, അള്ളാഹു പറഞ്ഞ ആ വ്യക്തിയുടെ അടുക്കലേക്ക് ഈ മഹാനായ മലക്ക് പോവുകയാണ്. വെറും ഫർളിനേക്കാൾ കൂടുതൽ യാതൊന്നും മലക്കന്ന് കണ്ടില്ല ഈ മഹാനിൽ നിന്നും. എന്നാൽ ഈ മലക്ക് ആ മഹാനായ ആളുടെ അടുക്കലേക്ക് പോയപ്പോൾ ആ ആള് വെറും ഫർള് നിസ്കാരമല്ലാതെ, മറ്റുള്ള ഫർളായ അള്ളാഹു പറഞ്ഞ കാര്യങ്ങളല്ലാതെ വേറൊന്നും ചെയ്യുന്നില്ല. എന്നേക്കാൾ കൂടുതൽ അമലുകളുണ്ട് എന്ന് പറയുമ്പോൾ സുന്നത്തെങ്കിലും എടുക്കണമല്ലോ, അതുപോലും അവർ ചെയ്യുന്നില്ല. ഫർളല്ലാതെ വേറൊന്നും അദ്ദേഹം ചെയ്യുന്നില്ല എന്ന് കണ്ടപ്പോൾ അപ്പോൾ മലക്കവർ ചോദ്യമായി അവരോട്, എന്തുണ്ട് ഇത് കൂടാതെ പറയെന്നോട്? അപ്പം ആ മലക്ക് ചോദിച്ചു, അല്ലയോ മഹാനവറുകളെ, അള്ളാഹു പറഞ്ഞു എന്നേക്കാൾ നീയാണ് അമല് ചെയ്യുന്നത് എന്ന്. എന്താണ് എന്നേക്കാൾ വലിയ അമല് നിങ്ങൾ ചെയ്യുന്നത്? കുറേ ദിവസമായി നിങ്ങളുടെ അടുക്കൽ വന്നുകൊണ്ട് നിങ്ങളുടെ അമലുകളൊക്കെ പരിശോധിക്കുന്നു, പക്ഷേ നിങ്ങളെ അമലുകൾ ഫർളിനേക്കാൾ കൂടുതലായൊന്നും ചെയ്യുന്നത് ഞാൻ കാണുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ മഹാനവറുകൾ പറയാൻ, സുബ്ഹിക്ക് ശേഷം ചൊല്ലുമേ ഞാൻ നിത്യവും അസ്മാഉൽ ഹുസ്ന 10 എണ്ണവും. ഞാൻ ഒരുപാട് അമലുകളൊന്നും ചെയ്യില്ല, പക്ഷേ സുബ്ഹിക്ക് ശേഷം ഞാൻ എല്ലാ ദിവസവും അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിൻ്റെ 99 പേരടങ്ങുന്ന ആ അസ്മാഉൽ ഹുസ്ന 10 തവണ ഞാൻ എല്ലാ ദിവസവും ഓതാറുണ്ട്. അതാണ് എനിക്ക് ഇത്രയും വലിയ മഹത്വം ലഭിക്കാൻ കാരണമെന്ന് ആ മഹാനവറുകൾ മലക്കുകളോട് പറയാൻ. ഇബ്നു ഹിബ്ബാൻ തുർമുദി റിപ്പോർട്ടും ചെയ്തിട്ടുണ്ട്, ഹക്കീമിന് സപ്പോർട്ടും. സുഹൃത്തുക്കളെ, ഇത് എത്ര ലാഭമുള്ളതാ, 12 മിനിറ്റിൽ 10 തീർക്കാവുന്നതാ. മഹാനായ തഴവ ഉസ്താദ് പറയാണ്, ഇത് 12 മിനിറ്റ് മതി. കേവലം 12 മിനിറ്റ് കൊണ്ട് നമുക്ക് 10 അസ്മാഉൽ ഹുസ്ന ചൊല്ലാൻ പറ്റുന്നതാണ്. മിസ്ബാഹിലുണ്ട് നോക്ക്, 1-ാം ഭാഗമിൽ 145 പേജും കൃത്യമിൽ. മഹാനായ തഴവസ്തവരാണ്, ഇതെൻ്റെ വാക്കല്ല, മിസ്ബാഹ് എന്ന ഗ്രന്ഥത്തിലുണ്ട് 145-ാമത്തെ പേജിൽ ഇങ്ങനെ കൃത്യമായിട്ട് 12 മിനിറ്റ് കൊണ്ട് ചൊല്ലാൻ പറ്റുമെന്ന് മഹാന്മാർ പറഞ്ഞു തന്നിട്ടുണ്ട് എന്ന് തഴവ ഉസ്താദ് പാടുകയാണ്. മുടങ്ങാതെ നിന്റെ മക്കളോതാ ഞങ്ങളിൽ തൗഫീഖ് തായ ഇലാഹി നിത്യമിൽ. അല്ലാഹുവിനോട് ദുആ ചെയ്യാണ്, അല്ലാഹുവേ, എല്ലാ ദിവസവും നമുക്ക് അസ്മാഉൽ ഹുസ്ന ചൊല്ലാൻ വേണ്ടിയിട്ട് തൗഫീഖ് നൽകണേ എന്ന് മഹാനവറുകൾ പറയാൻ. ഗുണം ചെയ്യണേ നബിക്കും സഹാബത്താലിലും നിന്നോട് ചോദിക്കുന്ന കാലം മുഴുവനും. അത്രയും പ്രതിഫലമാണ് അസ്മാഉൽ ഹുസ്നക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഈ അസ്മാഉൽ ഹുസ്ന നമ്മുടെ ജീവിതത്തിൽ ചൊല്ലുക, എന്നാൽ നമുക്ക് സ്വർഗം ലഭിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് മനഃപ്പാടമാക്കാനുള്ള തൗഫീഖ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. ദുആ വസിയത്തോടുകൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.